വലിയ ക്വസ്റ്റ്യനാണ്. മെയ് 25ത്തെ ക്വസ്റ്റ്യനാണ്. ABC Infrastructure Limited was running business successfully from several years and P was the purchase manager of the company. അപ്പോൾ ഓരോ Q അങ്ങനെ കുറേ പേരിന് വരും, 6 വരും. അപ്പോൾ P ആരാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിൽ വിചാരിക്കണം, അല്ലെങ്കിൽ ഒരു റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് നോട്ട് ചെയ്ത് വെക്കുക. P എന്ന് പറഞ്ഞാൽ പർച്ചേസിങ് മാനേജറാണ്. അപ്പോൾ ഹി ഓതറൈസ്ഡ് ഹിസ് ഏജൻറ്റ് Q ടു ബൈ റോ മെറ്റീരിയൽസ്. അപ്പോൾ ഏജൻറ്റും മാനേജറും തമ്മിലുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. മറ്റേ ഏജൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഏജൻറ്റ് Q ആണ്. ടു ബൈ റോ മെറ്റീരിയൽസ് ഓൺ ഹിസ് ബിഹാഫ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ഇൻ ഡൽഹി. അപ്പം പർച്ചേസിങ് മാനേജർ ഏജൻറ്റിനെ ഏൽപ്പിച്ചു റോ മെറ്റീരിയൽസ് വാങ്ങാൻ. ഓക്കെ, ഓൺ ബിഹാഫ് ഓഫ് ദ പർച്ചേസിങ് മാനേജർ നമ്മുടെ ഏജൻ്റ് ആയിരിക്കും ഇനി റോ മെറ്റീരിയൽ വാങ്ങാൻ പോണത്. അപ്പം ഹി ഇൻസ്ട്രക്റ്റഡ് Q ടു ബൈ ഓൺലി മസ്ബൂത്ത് ബ്രാൻഡ് ഓഫ് സിമെൻറ്റ്. അപ്പം അറ്റ് റുപ്പീസ് 2000 to 2500 പെർ ടൺ ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് റോഡ്സ് ഇൻ ഡൽഹി. അപ്പം 2000 തൊട്ട് 2500 വരെൻ്റെ ഉള്ളിലുള്ള ഒരു സിമെൻറ്റ് ഇന്ന ബ്രാൻഡെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതെന്നെ വാങ്ങിച്ചിട്ട് വരാനാണ് ഇൻസ്ട്രക്ട് ചെയ്തത്. ബട്ട് Q ബോട്ട് 1000 ടൺസ് ഓഫ് മസ്ബൂത്ത് ബ്രാൻഡ് ഓഫ് സിമെൻറ്റ്. അപ്പം ബ്രാൻഡ് ഓക്കെയാണ് വാങ്ങിച്ചത് Q, നമ്മുടെ ഏജൻറ്റ്. അപ്പം ഫ്രം മിസ്റ്റർ ആറിൻ്റെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ വെൻഡർ ആരാണ്? ആറാണ്. എ വെരി വെൽ നോൺ വെൻഡർ ഓഫ് ABC ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അറ്റ് 3500 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 2500 ഉള്ളിൽ വാങ്ങണമെന്ന് പറഞ്ഞത് 3500 രൂപയ്ക്ക് പെർ ടണ്ണാണ് വാങ്ങിച്ചു. അപ്പോൾ എന്തോരം കോസ്റ്റായി. അപ്പോൾ മിസ്റ്റർ Q ഹാസ് നോട്ട് ഡിസ്കസ്ഡ് ദ ഫാക്ട് ടു R ദാറ്റ് ഹി വാസ് ബൈയിങ് സിമെൻറ്റ് ഫോർ ABC ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. അപ്പം ABC ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് വേണ്ടിയിട്ടാണ് Q ഇത് വാങ്ങുന്നതെന്നുള്ള കാര്യം ആറിനോട്, വെൻഡറിനോട് പറഞ്ഞിട്ടില്ല, ഏജൻറ്റ് പറഞ്ഞില്ല എന്ന്. ഓക്കെ, ആൻഡ് വെൻ P ഡിസ്കവേർഡ് ദിസ് ആസ്പെക്റ്റ് ആൻഡ് ഹീ റെഫ്യൂസ്ഡ് ടു പേ മിസ്റ്റർ R. അപ്പം ഈ മിസ്റ്റർ R അറിയായിരുന്നു ഇത് ഈ ഇത്രയും നല്ല കമ്പനി ആയിട്ടുള്ള ABC ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഡിസ്കൗണ്ടൊക്കെ കൊടുത്തേനെ. അതുമാത്രമല്ല ഈ P കാര്യങ്ങളൊക്കെ അറിഞ്ഞു പർച്ചേസിങ് മാനേജർ. അപ്പോൾ ആണ് Qയുടെ അടുത്തേക്ക് Q ഇന്ന പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു നമ്മുടെ P. അപ്പോൾ വെൻ P ഡിസ്കവേർഡ് ദിസ് ആസ്പെക്റ്റ് ഹി റെഫ്യൂസ്ഡ് ടു പേ മിസ്റ്റർ R. അപ്പോൾ ആറിന് പൈസ കൊടുക്കാൻ തയ്യാറായില്ല, കാരണം നല്ല കോസ്റ്റ് വന്നു, 1000 രൂപ കൂടുതലായി. അപ്പം റിജക്ട്സ് ദ സിമെൻറ്റ് ബോട്ട് ബൈ Q ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് Q ഹാസ് എക്സീഡഡ് ദി അതോറിറ്റി. യെസ്, ഒരാൾക്കൊരു പവർ കൊടുത്തു, എൻ്റെ ബിഹാഫിൽ നീ ഇത് ചെയ്യണം, നിനക്ക് ഇതിനുള്ള അധികാരം, നീ വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ ഉറുപ്പിക്ക് വേണം വാങ്ങിച്ചിട്ട് വരാൻ, അല്ലാണ്ട് ഇഷ്ടത്തിന് 3500 രൂപയ്ക്ക് വാങ്ങാൻ പാടില്ലല്ലോ. അപ്പം എക്സീഡഡ് ദി അതോറിറ്റി, ആ പവർ എക്സീഡ് ചെയ്തു, അല്ലെങ്കിൽ കൊടുത്ത അധികാരം കുറച്ചും കൂടെ അധികാരം വിനിയോഗം ചെയ്തു അല്ലേ, അങ്ങനെയല്ലേ പറയാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് കടന്നുപോയി അല്ലേ, അധികാരം കൊടുത്തതിനും കൂടുതലായിട്ട് ചെയ്തു. അപ്പം മിസ്റ്റർ R സഫേർഡ് എ ഹ്യൂജ് ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ. അപ്പം ഇതൊക്കെ ട്രക്കിൽ ലോഡൊക്കെ ഇറക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം മിസ്റ്റർ ആർക്ക്, വെൻഡർക്ക് കുറേ നഷ്ടം വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ആൻഡ് ഗീവ് യുവർ, അപ്പം മിസ്റ്റർ R ആയ വെൻഡർക്ക് പൈസ കൊടുക്കൂല എന്ന് പർച്ചേസിങ് മാനേജർ പറഞ്ഞു. അപ്പം ഇനി എന്താ സംഭവിക്കുക? ഗീവ് യുവർ ഒപ്പീനിയൻ ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻസ് ഫ്രം ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പോൾ എനിക്കൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാണ്ട്. എപ്പോഴും ഈ എക്സാമിന് പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ, അതായത് നമ്മളുടെ പേപ്പർ നോക്കുന്ന ടീച്ചറുണ്ടല്ലോ, ആ ടീച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്, നമ്മളെ പാസ്സാക്കി വിടാനാണ് വന്നിരിക്കണേ എന്നുള്ളത് ഓർക്കുക കേട്ടോ. അവരും നല്ല മനസ്സുള്ളവർ തന്നെയാണ്. അപ്പം അങ്ങനെ എക്സാം എഴുതിയാൽ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും, എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. അപ്പം വെദർ P വാസ്, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, വെദർ P വാസ് ബൗണ്ട് ടു പേ മിസ്റ്റർ R ഫോർ സിമെൻറ്റ് പർച്ചേസ്ഡ് ബൈ ഹിസ് ഏജൻറ്റ് മിസ്റ്റർ Q. അപ്പോൾ P ബൗണ്ട് ടു പേ മിസ്റ്റർ R. അപ്പം പർച്ചേസിങ് മാനേജർ മിസ്റ്റർ ആർക്ക് പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഫോർ ദ സിമെൻറ്റ് പർച്ചേസ്ഡ് ബൈ ഹിസ് ഏജൻറ്റ് മിസ്റ്റർ Q. അപ്പോൾ ആവശ്യമുണ്ടോ? ഒന്നും അറിയില്ല. ഇപ്പം നമ്മൾ മൊത്തം ബ്ലാങ്ക് അല്ലേ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ, എനിക്ക് തോന്നുന്നത് ഇല്ല എന്നാണ്. കാരണം Q എക്സീഡഡ് ദ അതോറിറ്റി റൈറ്റ്, സോ Q ഈസ് ലയബിൾ.
അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ നല്ല രീതിയിൽ കീവേഡ്സൊക്കെ ഉപയോഗിച്ച് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഒപ്പീനിയനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒന്ന് പ്രൊവിഷൻ, പിന്നെ ഫാക്ട് ഓഫ് ദ കേസ്, പിന്നെ അത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ കൺക്ലൂഷൻ. ഇങ്ങനെ 3 കാര്യങ്ങൾ എഴുതിയിട്ട് പ്രസൻറ്റ് ചെയ്യുക. വലിയ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടാൽ നമ്മൾ ഒപ്പീനിയൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ. ഇതല്ലാത്ത ക്വസ്റ്റ്യൻസ് വരും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് അറിയുന്ന കാര്യങ്ങൾ പോയിൻ്റ് വൈസ് എഴുതുക. അല്ലാത്ത ഇങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻസ് തരികയാണെങ്കിൽ എപ്പോഴും പ്രൊവിഷൻ, ഫാക്ട് ഓഫ് ദ കേസ്, കൺക്ലൂഷൻ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓൺ ദി അതർ ഹാൻഡ് ക്യൂ ബീങ് ഏജൻറ്റ് റിഫ്യൂസ് ടു ആക്സെപ്റ്റ് എനി ലയബിലിറ്റി ടു കോമ്പൻസേറ്റ് ആർ. അപ്പോൾ ഞാൻ ഏജൻ്റാണ്, ഞാൻ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂ നിൽക്കുകയാണെങ്കിൽ, ഇൻ ദ സിറ്റുവേഷൻ വെദർ മിസ്റ്റർ ആർ ക്യാൻ ഫയൽ എ സ്യൂട്ട് എഗെയിൻസ്റ്റ് ക്യൂ. അപ്പോൾ ക്യൂക്ക് എഗെയിൻസ്റ്റ് ആറിന് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസൊക്കെ ശരിക്കും ഈ പ്രാക്ടിക്കൽ ലൈഫിൽ വരാമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്യൂ ചെയ്യാൻ പറ്റുമോ, സ്യൂ മീൻസ് കേസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അർത്ഥം. സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇത് ICAIയുടെ സജസ്റ്റഡ് ആൻസേഴ്സിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഞാൻ. അപ്പം പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ചെയ്താൽ പ്രിൻസിപ്പാൾസ് ലയബിലിറ്റി. അപ്പം ഇതിനൊക്കെ മുമ്പ് തന്നെ ഒരു ഫ്രഷ് പേജിലായിരിക്കണം ആൻസർ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ പേജിൻ്റെ മേലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 1 എഴുതിയിട്ട് ബ്രാക്കറ്റിൽ A ഇടുക. സബ് ക്വസ്റ്റ്യൻസ് 3 ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ, A B C ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഏത് സബ് ക്വസ്റ്റ്യൻ ആണുള്ളത് കറക്റ്റായിട്ട് 1A എന്ന് പറഞ്ഞിട്ട് ഇടുക, അല്ലെങ്കിൽ 1B എന്ന് പറഞ്ഞിട്ട് ഇടുക. ഓക്കെ, 1 2 കുത്ത് A, 1 2 കുത്ത് B, 1 2 കുത്ത് C എന്നിട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടാലും കുഴപ്പമില്ല. എപ്പോഴും ആൻസർ തുടങ്ങുന്നത് ഫ്രഷ് പേജിലായിരിക്കണം. അതുപോലെ തന്നെ കീവേഡ്സ് ഉണ്ടെങ്കിൽ അത് റൗണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്യണം. അപ്പോൾ കീവേഡ്സ് മാത്രം അവർക്ക് വായിച്ചു പോകാമല്ലോ. അതുപോലെ തന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ സൈറ്റിൽ നിന്ന് പോയിട്ട് എടുത്തതാണെന്നാണ് പറഞ്ഞത്. എനിക്കത് അറിയണ്ടായിരുന്നില്ല. ജസ്റ്റ് 10 രൂപ കൊടുത്താൽ നമ്മൾ ആൻസർ എഴുതിയ നമ്മുടെ പേപ്പർ അവർ നമുക്ക് സെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. എനിക്കാദ്യം അറിയായിരുന്നു ഇങ്ങനെ പേപ്പറൊക്കെ കിട്ടുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചത് 500 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പം എക്സാം എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ജസ്റ്റ് 10 രൂപ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ കീ അവർ നമുക്ക് അയച്ചു തരും. ഇങ്ങനെ വാലിഡിറ്റി ഒക്കെ ഉണ്ട്, ഇങ്ങനെ 2 മാസം അല്ല 1 മാസം വരെയൊക്കെ ഉള്ളൂ. ഞാനിത് 1 മാസം കഴിഞ്ഞിട്ടാണ് അറിയണേ. അപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, വാല്യുവേഷനൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് വാല്യൂവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം നമ്മളെ പേപ്പേഴ്സൊക്കെ. അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ടുള്ള ഒരു ടിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരിടുക. ഞാൻ എൻ്റെ എക്സാമിന് എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ പ്രൊവിഷൻ, ഫാക്ട് ഓഫ് ദ കേസ്, കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയത്. അപ്പം ലെറ്റസ് ഡിസ്കസ്. അപ്പം പ്രിൻസിപ്പാൾസ് ലയബിലിറ്റി വെൻ ഏജൻറ്റ് എക്സീഡ്സ് അതോറിറ്റി, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പ്രിൻസിപ്പാളിൻ്റെ ലയബിലിറ്റി, പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ ആരവിടെ, നമ്മുടെ സ്വന്തം P അല്ലേ, മിസ്റ്റർ P, പർച്ചേസിങ് മാനേജർ ആണ് പ്രിൻസിപ്പാൾ. മെയിനായിട്ടുള്ള ആളുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത. വെൻ ഏജൻറ്റ് എക്സീഡ്സ് ദി അതോറിറ്റി. അപ്പം ഏജൻറ്റ് അതോറിറ്റി എക്സീഡ് ചെയ്താൽ പ്രിൻസിപ്പാളുടെ ബാധ്യത എന്താണ് ശരിക്കും? വാട്ട് ഈസ് the ബാധ്യത ഓഫ് ദ പ്രിൻസിപ്പൽ, ദ പ്രിൻസിപ്പൽസ് ലയബിലിറ്റി വെൻ ദി ഏജൻറ്റ് എക്സീഡ്സ് അതോറിറ്റി. അപ്പോൾ പ്രിൻസിപ്പൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ മിസ്റ്റർ P എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു സെക്ഷൻ പറഞ്ഞു തരാൻ പോണത് നമുക്ക്. അപ്പോൾ നോക്കാം സെക്ഷൻ. ചിലപ്പോൾ മിസ്റ്റർ P ഞാനാവാം കുറേ കാലം കഴിഞ്ഞാൽ അല്ലേ. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങിയാൽ ഐ ക്യാൻ ഓൾസോ ബിക്കം ദറ്റ് പ്രിൻസിപ്പൽ, റൈറ്റ്? സോ സെക്ഷൻ 227 ആണ് അതിൻ്റെ ആൻസർ സോൾവ് ചെയ്ത് തരുന്നത്. സെക്ഷൻ 227 ഓക്കെ ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ഇതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ ആൻ ഏജൻറ്റ് ഡസ് മോർ ദാൻ ഹീ ഈസ് ഓതറൈസ്ഡ് ടു ഡു. അപ്പം ഏജൻറ്റ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാണ്, മോർ ദാൻ ഹീ ഈസ് ഓതറൈസ്ഡ് ടു ഡു. അപ്പം പ്രിൻസിപ്പൽ ലയബിലിറ്റി വെൻ ഏജൻറ്റ് എക്സീഡ് ദി അതോറിറ്റി ആണ് പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ 227 ആണ് പറഞ്ഞത്. അപ്പോൾ വെൻ ആൻ ഏജൻറ്റ് ഡസ് മോർ ദാൻ ഹീ ഈസ് ഓതറൈസ്ഡ് ടു ഡു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെൻ ദ പാർട്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞതിനേലും കൂടുതൽ അധികാരം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹീ ഡസ് വിച്ച് ഈസ് പാർട്ട് ഓഫ് വാട്ട് ഹീ ഡസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം ചെയ്തത് എന്താ, ഡസ്, വാട്ട് ഹീ ഡസ് ആണ്. ഓൾറെഡി ചെയ്തത് എന്താ, 3500 രൂപയുടെ സംഭവം വാങ്ങിച്ചു, 2500 വാങ്ങിക്കാൻ പറഞ്ഞത്. പാർട്ട് ഓഫ് വാട്ട് ഹീ ഡസ് വിച്ച് ഈസ് വിത്തിൻ ഹിസ് അതോറിറ്റി ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദ പാർട്ട് വിച്ച് ഈസ് ബിയോണ്ട് ഹിസ് അതോറിറ്റി. ചെയ്ത ഈ ഒരു കാര്യമില്ലേ,
അത് ശരിക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യം ഉണ്ടാവുമല്ലോ, ആ കാര്യത്തിനെ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 50 ബിസ്ക്കറ്റ് വാങ്ങാനാണ് പ്രിൻസിപ്പാൾ പറഞ്ഞത്, പക്ഷേ ഈ ഏജൻറ്റ് 100 ബിസ്ക്കറ്റ് വാങ്ങി. അപ്പോൾ 50 ബിസ്ക്കറ്റിൻ്റെ പൈസ കൊടുക്കാൻ മാത്രമേ നമ്മുടെ പ്രിൻസിപ്പാൾ ലയബിൾ ആവുള്ളൂ. ആരോട്? തേർഡ് പാർട്ടിനോട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇയാൾ ചെയ്ത ആ ഒരു അതിക്രമം 50 ബിസ്ക്കറ്റ് എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. അതാണ് ഇവിടെ പറഞ്ഞത്. വെൻ ദ പാർട്ട് ഓഫ് വാട്ട് ഹി ഡസ് വിച്ച് ഈസ് വിത്തിൻ ഹിസ് അതോറിറ്റി ആയിട്ടുള്ള കാര്യം ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദ പാർട്ട് വിച്ച് ഈസ് ബിയോണ്ട് ഹിസ് അതോറിറ്റി. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ചെയ്ത കാര്യങ്ങൾ രണ്ടിനും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സോ മച്ച് ഓഫ് only of what he does as is within his authority is binding as between him and his principal. സിമ്പിളാണ്. എന്താണോ ഇദ്ദേഹത്തിൻ്റെ അതോറിറ്റിയിൽ ഇദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് ചെയ്ത കാര്യം, അതിന് മാത്രമേ പ്രിൻസിപ്പാൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പ്രിൻസിപ്പാൾ എന്താണ്, അതിന് തേർഡ് പാർട്ടിനോട് ലയബിൾ ആയിരിക്കും. തേർഡ് പാർട്ടിക്ക് ആ പൈസ 50 ബിസ്ക്കറ്റിൻ്റെ പൈസ എന്തായാലും കൊടുക്കണം. അതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. വൺസ് അഗെയിൻ ഞാൻ പറഞ്ഞുതരാം. വെൻ എൻ ഏജൻറ്റ് ഡസ് മോർ ദാൻ ഹീ ഈസ് ഓതറൈസ്ഡ് ടു ഡു ആൻഡ് വെൻ ദ പാർട്ട് ഓഫ് വാട്ട് ഹി ഡസ് വിച്ച് ഈസ് വിത്തിൻ ഹിസ് അതോറിറ്റി ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദ പാർട്ട് വിച്ച് ഈസ് ബിയോണ്ട് ഹിസ് അതോറിറ്റി. അപ്പം ബിയോണ്ട് ഹിസ് അതോറിറ്റിയും അതുപോലെ തന്നെ വിത്തിൻ ഹിസ് അതോറിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സോ മച്ച് ഓൺലി ഓഫ് വാട്ട് ഹി ഡസ് ആസ് ഈസ് വിത്തിൻ ഹിസ് അതോറിറ്റി ആയിട്ട് ചെയ്ത കാര്യം മാത്രം ഈസ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ബാധിക്കുന്നുള്ളൂ എന്നാണ്. അപ്പം അതോറിറ്റി ഈസ് ബൈൻഡിങ് ആസ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പ്രിൻസിപ്പൽ. അപ്പോൾ പ്രിൻസിപ്പാളിന് ബാധിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, പ്രിൻസിപ്പാൾ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടോ, ആ ചെയ്ത കാര്യത്തിനോട് തേർഡ് പാർട്ടിക്ക് പൈസ കൊടുക്കാൻ ആര് ലയബിളാണ്? പ്രിൻസിപ്പാൾ ലയബിളാണ്. പക്ഷെ പ്രിൻസിപ്പാൾ പറയാത്ത കാര്യം ഏജൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രിൻസിപ്പാൾ ലയബിൾ ആവുന്നുള്ളൂ. ഇപ്പോൾ കത്തിയില്ലേ? പറഞ്ഞ കാര്യവും പറയാത്ത കാര്യവും നമുക്ക് ശരിക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പ്രിൻസിപ്പാൾ ലയബിൾ ആവുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യം 50 ബിസ്ക്കറ്റ് വാങ്ങാൻ, പറയാത്ത കാര്യം ഒരു 50 എണ്ണം കൂടുതൽ വാങ്ങി. അപ്പോൾ പറഞ്ഞ കാര്യമായ 50 ബിസ്ക്കറ്റിൻ്റെ പൈസ കൊടുക്കാൻ പ്രിൻസിപ്പാൾ ലയബിളാണ് അല്ലേ? പറയാത്ത കാര്യമായ 50 ബിസ്ക്കറ്റിൻ്റെ പൈസ കൊടുക്കാൻ ആര് ലയബിളാണ്? ആ ഒരു ഏജൻ്റ് ആയിരിക്കും ലയബിൾ ആവുക. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബൈൻഡിങ് ബാധ്യത ആർക്കുണ്ട്? പ്രിൻസിപ്പാളിന് ബാധ്യത ഉണ്ട്. ഓക്കെ. പക്ഷേ നമ്മൾ ഇവിടുത്തെ കേസിൽ അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അല്ലേ. 2500 രൂപേൻ്റെത് 3500 രൂപയ്ക്കാണ് വാങ്ങിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ആ കേസാണ് നമുക്കിവിടെ വേണ്ടത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പ്രിൻസിപ്പാൾ നോട്ട് ബൗണ്ട് വെൻ എക്സസ് ഓഫ് ഏജൻറ്റ്സ് അതോറിറ്റി ഈസ് നോട്ട് സെപ്പറബിൾ. അപ്പം ഏജൻറ്റ് ചെയ്ത ആ ഒരു അതിക്രമം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പാൾ ലയബിൾ അല്ല. അതാണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള കേസ് സെക്ഷൻ, ദാറ്റ് ഈസ് 228. പക്ഷേ എക്സീഡ് ചെയ്ത കാര്യം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് അല്ലേ. ഇവിടെ അങ്ങനെയാണല്ലേ. സിമെൻറ്റ് 3500 രൂപയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു എക്സസ് ഓഫ് ദി ഏജൻറ്റ്സ് അതോറിറ്റി ഈസ് നോട്ട് സെപ്പറബിൾ. നമുക്ക് ബിസ്ക്കറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ 50 ബിസ്ക്കറ്റിനുള്ള പൈസ കൊടുക്കാം എന്നുള്ള ആ ഒരു ഇത് നമുക്ക് അത് പിന്നെ ഓക്കെ ആണ് അല്ലേ, സെപ്പറബിൾ ആണ്. അത് സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കാര്യം ലയബിലിറ്റി നമുക്ക് പ്രിൻസിപ്പാളുടെ ലയബിലിറ്റി നമുക്ക് കൃത്യമായി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രിൻസിപ്പാളിൻ്റെ ലയബിലിറ്റി കൃത്യമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ 2500 വാങ്ങാൻ പറഞ്ഞത് 3500 വാങ്ങി. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പാൾ പറഞ്ഞ കാര്യം എന്നെ ഭയങ്കരമായിട്ട് എക്സീഡ് ചെയ്തു അല്ലേ. നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തേത് പറയുന്നത് സെക്ഷൻ 228 ആണ്. സോ പ്രിൻസിപ്പാൾ നോട്ട് ബൗണ്ട്. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പാൾ ഒരിക്കലും ലയബിൾ അല്ല എന്നാണ് അർത്ഥം. പ്രിൻസിപ്പാൾ നോട്ട് ബൗണ്ട് എന്ന് പറഞ്ഞാൽ അധികാരിയല്ല, അല്ലെങ്കിൽ ബൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാളിനെ അത് ബാധിക്കുന്നില്ല എന്നാണ് അർത്ഥം. നോട്ട് ബൗണ്ട് എന്ന് പറഞ്ഞാൽ ബാധിക്കുന്നില്ല, ബൗണ്ട് എന്ന് പറഞ്ഞാൽ ബാധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം.
അപ്പം പ്രിൻസിപ്പൽ നോട്ട് ബൗണ്ട്, പ്രിൻസിപ്പലിന് അത് ബാധിക്കുന്നില്ല. വെൻ എക്സസ് ഓഫ് ഏജൻസ് അതോറിറ്റി ബിസ്ക്കറ്റ് ആണെങ്കിൽ 50 ബിസ്ക്കറ്റിൻ്റെ പൈസ കൊടുത്തിട്ട് നമുക്ക് എക്സസ് ഓഫ് ഏജൻസ് അതോറിറ്റി ഈസ് സപ്പറബിൾ ആണ്. പക്ഷേ ഇവിടെ എക്സസ് ഓഫ് ഏജൻസ് അതോറിറ്റി ഈസ് നോട്ട് സപ്പറബിൾ, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ ഈസ് not at all bound or not at all liable here. That is saying in the section 228. Okay, so where an agent does more than he is authorized to do. അപ്പം ഇതന്നെ കണ്ടോ, മേലെ പറഞ്ഞ സെക്ഷൻ 227 ഫസ്റ്റത്തെ സെൻറ്റൻസ് ആണിത്. വെൻ an agent does more than he is authorized to do. So where an agent does more than he is authorized to do, and what he does beyond the scope of his authority cannot be separated from what is within it. അപ്പം എന്താണോ അതിൻ്റെ ഉള്ളിലുള്ളത് അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദ പ്രിൻസിപ്പാൾ ഈസ് നോട്ട് ബൗണ്ട് ടു റെക്കഗ്നൈസ് ദ ട്രാൻസാക്ഷൻ. അപ്പോൾ പ്രിൻസിപ്പാൾ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽ നോട്ട് അറ്റ് ഓൾ പ്രിൻസിപ്പളിനെ ബാധിക്കുന്നില്ല. ദ പ്രിൻസിപ്പൽ ഈസ് നോട്ട് ബൗണ്ട് ടു റെക്കഗ്നൈസ് ദ ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷനെ റെക്കഗ്നൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ്. ആ ട്രാൻസാക്ഷന് നമ്മുടെ പ്രിൻസിപ്പാൾ വില വെക്കേണ്ട അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, P6 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ക്വസ്റ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ലേ. പിന്നെ നമുക്ക് ഏജൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട് എക്സാമിന്, ഏജൻറ്റും പ്രിൻസിപ്പാളിൻ്റെയും ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഒന്ന്, നമുക്കിപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ സപ്പറേബിൾ അല്ലേ. ഏജൻറ്റ് എക്സസ് ഓഫ് ഏജൻസ് അതോറിറ്റി ഈസ് നോട്ട് സപ്പറബിൾ, ആ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇനി ചിലപ്പോൾ നമ്മുടെ ഈ എക്സാമിന് ഏജൻറ്റിൻ്റെ ഈ ആക്ട് ഉണ്ടല്ലോ, ഏജൻറ്റ് എക്സീഡ്സ് അതോറിറ്റി എന്നുള്ളത് സപ്പറബിൾ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 227 എഴുതിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ നമ്മൾ ഭാഗ്യം കെടുക്കണേ, എങ്ങനെയാണല്ലോ ഒന്നും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഉള്ളതുപോലെ എഴുതാം. ഓക്കെ, ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് എൻ്റെ സീനിയർ ചേച്ചി പറഞ്ഞു തന്നതാണ്, എന്താണോ സനം എഴുതിയത് അതിന് എന്തായാലും അവർ മാർക്ക് തരും. കുഞ്ഞ് എഴുതിയുള്ളെങ്കിൽ അതിന് മാർക്ക് തരും. അപ്പം മാക്സിമം വലിച്ചു നീട്ടിയൊക്കെ എഴുതാൻ ശ്രമിക്കുക. നമുക്ക് അറിയുന്നതൊക്കെ എഴുതിക്കോളാനൊക്കെ പറഞ്ഞു, അറിയുന്നത് മുഴുവൻ എഴുതിക്കോ. പിന്നെ നമ്മളെ പാരൻസിൻ്റെ പ്രാർത്ഥനയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് നമുക്ക് എന്തായാലും ആ സമയത്ത് ഒരു പവർ വരുന്നു. അപ്പം ഇത് പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസ് കണ്ടതുകൊണ്ട് എന്തായാലും ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കഴിഞ്ഞിട്ടില്ല, ഞാനിത് അടിപൊളിയായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം വേർ ആൻ ഏജൻറ്റ് ഡസ് മോർ ദാൻ ഹീ ഈസ് ഓതോറൈസ്ഡ് ടു ഡു ആൻഡ് വാട്ട് ഹീ ഡസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി കനോട്ട് ബി സെപ്പറബിൾ ഫ്രം വാട്ട് ഈസ് വിത്തിൻ ഇറ്റ്, the principal is not bound to recognize the transaction. So when the agent exceeds his authority and misleads the third person, അപ്പോൾ ഏജൻറ്റ് എക്സീഡ് ചെയ്തു ഹിസ് അതോറിറ്റി, അതിനുശേഷം മിസ്ലീഡ് ചെയ്തു ദ തേർഡ് പേഴ്സൺ ഇൻ ബിലീവിങ് ദാറ്റ് ദി ഏജൻറ്റ് ഹാസ് ദ റിക്വസിറ്റ് അതോറിറ്റി ഇൻ ഡൂയിങ് ദ ആക്ട്. അപ്പം തേർഡ് പേഴ്സണെ മിസ്ലീഡ് ചെയ്തു അല്ലേ. ഇപ്പം മറ്റാൾ ട്രക്കിൽ ഇത്രയധികം ടൺസ് ഓഫ് സിമെൻറ്റ് കൊണ്ട് ഇറക്കേണ്ട കാരണം എന്താ, തേർഡ് പേഴ്സണെ മിസ്ലീഡ് ചെയ്തു നമ്മൾ ഏജൻറ്റ് ഇൻ ബിലീവിങ് ദാറ്റ് ദ ഏജൻറ്റ് ഹാസ് ദ റിക്വസിറ്റ് അതോറിറ്റി ഇൻ ഡൂയിങ് ദ ആക്ട്. അപ്പോൾ 3500 രൂപയ്ക്ക് വാങ്ങാനുള്ള റിക്വസിറ്റ് വാങ്ങാനുള്ള ആവശ്യമായിട്ടുള്ള ആ ഒരു പവർ ഏജൻറ്റിന് ഉണ്ട് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു അല്ലേ നമ്മുടെ വെൻഡറിനെ. അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ. സോ ദെൻ ദ ഏജൻറ്റ് ക്യാൻ ബി മെയ്ഡ് ലയബിൾ പേഴ്സണലി ഫോർ ദ ബ്രീച്ച് ഓഫ് ദ വാറണ്ടി ഓഫ് അതോറിറ്റി. സോ അങ്ങനെയാണെങ്കിൽ ഏജൻറ്റ് ക്യാൻ ബി ലയബിൾ പേഴ്സണലി, അങ്ങനെയാണെങ്കിൽ ഏജൻറ്റ് പേഴ്സണലി ലയബിളാണ്. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് എങ്ങനെയാണ്, പേഴ്സണലി ലയബിളാണ്. ഓക്കെ, അപ്പോൾ പേഴ്സണലി ലയബിൾ ആണ് ഫോർ ദ ബ്രീച്ച് ഓഫ് ദ വാറണ്ടി ഓഫ് ദി അതോറിറ്റി. പേഴ്സണലി ലയബിൾ എന്ന് പറയുന്നതൊക്കെ അല്ലേ മെയിൻ ആയിട്ടുള്ള കോണ്ടൻറ്റ് ഓഫ് ദ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ റിക്വസിറ്റ് അതോറിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പം കീവേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വാക്ക് തെറ്റിക്കുക, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ലംഘനം എന്നാണ്. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യത്തിൽ വീഴ്ച വരുത്തുക, പിഴവ് സംഭവിക്കുക, അതിനൊക്കെയാണ് ബ്രീച്ച് എന്ന് പറയാം. ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ ലംഘിച്ചു അല്ലേ, ദ വാറണ്ടി ഓഫ് അതോറിറ്റി കൊടുത്തത് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്തു. So when the agent does not disclose the name of the principal when there arises a
presumption that he himself undertakes to be personally liable. ഇവിടെ അതുതന്നെയല്ലേ സംഭവിച്ചത്. വെൻ ഏജൻറ്റ് ഡസ് നോട്ട് ഡിസ്ക്ലോസ് ദ നെയിം ഓഫ് ദ പ്രിൻസിപ്പൽ, പ്രിൻസിപ്പാളിൻ്റെ നെയിം ഡിസ്ക്ലോസ് ചെയ്തില്ല അല്ലേ നമ്മുടെ ഏജൻറ്റ്. എന്നിട്ട് എന്താ ചെയ്തത്, വെൻ ദർ അറൈസ് എ പ്രിസംഷൻ എന്ന് വെച്ചാൽ ഒരു ധാരണ വന്നു, ദാറ്റ് ഹീ ഹിംസെൽഫ് അണ്ടർടേക്സ് ടു ബി പേഴ്സണലി ലയബിൾ. ഇപ്പോൾ പേഴ്സണലി ലയബിൾ ആയ പോലെ ഒരു ധാരണ വന്നു അല്ലേ. ഇപ്പം മിസ്റ്റർ ആർ വിചാരിച്ചിട്ടുള്ളത് ഇയാൾക്ക് വേണ്ടിയിട്ട് അത് വാങ്ങിച്ചതെന്നാണ്, മിസ്റ്റർ ക്യൂവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതെന്നാണ് വിചാരിച്ചത് അല്ലേ. ശരിക്കും മിസ്റ്റർ ക്യൂ പറയേണ്ടതായിരുന്നു, ഞാനൊരു ഏജൻറ്റാണ്, ഞാൻ വാങ്ങിക്കുന്നത് ABC ലിമിറ്റഡ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലത്തെ നമ്മുടെ സ്വന്തം മിസ്റ്റർ പി ഇല്ലേ, എന്നും ഇവിടുന്ന് വാങ്ങാറില്ല, പിക്ക് വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വാങ്ങേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ അതൊന്നും പറഞ്ഞില്ല. അപ്പം മിസ്റ്റർ ആർ വിചാരിച്ചത് മിസ്റ്റർ ക്യൂ ആണ് ഇത് വാങ്ങുന്നത്, മിസ്റ്റർ ക്യൂവിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങുന്നതെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി നോക്കാം, കൂടെ ഞാൻ തറവാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഇത് എൻ്റെ ഒപ്പം പഠിച്ചു പോകണം, ഇനി വേറൊരു സമയമില്ല നമുക്ക്. സോ പ്രിൻസിപ്പൽസ് ലയബിലിറ്റി വെൻ ഏജൻറ്റ് എക്സീഡ്സ് അതോറിറ്റി. അപ്പം പ്രിൻസിപ്പൽസ് ലയബിലിറ്റി വെൻ ഏജൻറ്റ് എക്സീഡ്സ് അതോറിറ്റി. സോ സെക്ഷൻ 227 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്. വെൻ an agent does more than he is authorized to do. When the part of what he does which is within his authority can be separated from the part which is beyond his authority, so much only of what he does as is within his authority is binding as between him and his principal, Principal not bound when excess of agent's authority is not separable. When excess of agent's authority is not separable. Section 228. Where an agent does more than he is authorized to do, and what he does beyond the scope of his authority, cannot be separated from what is within it. The principal is not bound to recognize the transaction. The principal is not bound to recognize the transaction. When the agent exceeds his authority, misleads the third person in believing that the agent has the requisite authority, in believing that agent has requisite authority in doing the act, then the agent can be made liable, personally for the breach of warranty of authority, when the agent does not disclose the name of the principal, then there arises a presumption that he himself undertakes to be personally liable. 3 times റൂളാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും മനസ്സിൽ പതിയും, അതിന് വേണ്ടിയിട്ടാണ്
അപ്പോൾ എല്ലാ കുട്ടികളും അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജ് പ്രസൻറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഫാക്ട് ഓഫ് ദ കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് പറയണേന്നുള്ള ഫാക്റ്റ് നമ്മൾ എഴുതണം. ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ്, അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഫ്രേസാണ് ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് ക്യൂ വയലേറ്റഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് പി. ഓക്കെ, പി എന്ന് പറഞ്ഞ മാനേജറുടെ ഇൻസ്ട്രക്ഷൻസ് ക്യൂ വയലേറ്റ് ചെയ്തു ബൈ ബൈയിങ് സിമെൻറ്റ് അറ്റ് 3,500 പെർ ടൺ which is beyond the authorized price limit, which is beyond the authorized price limit, authorized price limit കടന്നു. ഫർദർ മോർ, ഇനി കൂടുതൽ പറയുകയാണെങ്കിൽ ക്യൂ ഡിഡ് നോട്ട് ഡിസ്ക്ലോസ്. അപ്പോൾ ഫർദർ മോറൊക്കെ യൂസ് ചെയ്യുക, കുറച്ചും കൂടി ആഡ്ജക്റ്റീവ്സ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ക്യൂ ഡിഡ് നോട്ട് ഡിസ്ക്ലോസ് ടു ആർ, ക്യൂ did not disclose to R that he was buying cement for ABC Infrastructure Limited. So he was buying the cement for ABC Infrastructure Limited എന്നുള്ളൊരു ഫാക്റ്റും കൂടെ പറഞ്ഞില്ല. Q did not disclose to R that he was buying the cement for ABC Infrastructure Limited. അപ്പം ഇനി കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ therefore എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പം അതിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ 1, 2 എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അല്ലേ, സബ് പാർട്ടായിട്ട് അല്ലേ. അപ്പം 1ൽ ചോദിച്ചത് പി പൈസ കൊടുക്കണോ ആറിനെന്നാണ് ചോദിച്ചത്. അപ്പം എഴുതാം നോ. അപ്പോൾ എപ്പോഴും ആൻസർ ഇങ്ങനെ എഴുതുമ്പോൾ കൊടുക്കണോ വേണോ, വെദർ പി വാസ് ബൗണ്ട് ടു പേ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നോ എന്ന് പറയണം, യെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസർ എഴുതണം. അപ്പോൾ ഇവിടെ നോ ആണ്, പി വാസ് നോട്ട് ബൗണ്ട് ടു പേ. അപ്പം എപ്പോഴും പാസ്റ്റിലാണല്ലോ ക്വസ്റ്റ്യൻ നടന്നുണ്ടാവും. അപ്പോൾ പി വാസ് നോട്ട് ബൗണ്ട് ടു പേ മിസ്റ്റർ ആർ ആസ് ദ ഏജൻറ്റ് ക്യൂ എക്സീഡഡ് ഹിസ് അതോറിറ്റി ആൻഡ് ഡീവിയേഷൻ വാസ് ഇൻസെപ്പറബിൾ ഫ്രം ദ ഓതറൈസ്ഡ് ആക്ട് അല്ലേ. ക്യൂ എക്സീഡഡ് ഹിസ് അതോറിറ്റി ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഡീവിയേഷൻ വാസ് ഇൻസെപ്പറബിൾ ആണ് ഫ്രം ദ ഓതറൈസ്ഡ് ആക്ട്. കൊടുത്ത ആ പണിനേലും ഇൻസെപ്പറബിൾ ആയിട്ടുള്ളൊരു ഡീവിയേഷനാണ് സംഭവിച്ചത്. ഡീവിയേഷൻ വാസ് ഇൻസെപ്പറബിൾ ഫ്രം ദ ഓതറൈസ്ഡ് ആക്ട്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ മിസ്റ്റർ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറ്റിക്കപ്പെട്ട ആളുണ്ടല്ലോ, വെൻഡർ അല്ലെങ്കിൽ നമ്മളെ സെല്ലർ. അപ്പോൾ സെല്ലർക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ എക്സീഡ് ചെയ്ത ഏജൻറ്റിനെതിരെ, ക്യൂക്കെതിരെ? അപ്പം യെസ്, മിസ്റ്റർ ആർ ക്യാൻ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ക്യൂ ആസ് ക്യൂ ഈസ് പേഴ്സണലി ലയബിൾ ഫോർ ദ കോൺട്രാക്ട്. പേഴ്സണലി ലയബിൾ ആണ് ക്യൂ, made without disclosing about the ABC Infrastructure Limited. So Q is personally liable for the contract which is made without disclosing about the ABC Infrastructure Limited and exceeding the authority given by the principal and exceeding the authority given by the principal. എന്തൊരു ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഞാനിനി ഇവിടെ ഞാൻ ത്രീ റിപ്പീറ്റേഷൻ റൂൾ ഉപയോഗിക്കണോ? In the instant case, Q violated the instructions of P. Q violated the instructions of P. Q violated the instructions of P by buying cement at rupees 3,500 per ton. By buying cement at rupees 3,500 per ton. By buying cement at rupees 3,500 per ton, which is beyond the authorized price limit, which is beyond the authorized price limit, which is beyond the authorized price limit. Furthermore, Q did not disclose to R. Furthermore, Q did not disclose to R. Furthermore, Q did not disclose to R that he was buying cement. That he was buying cement. That he was buying cement for ABC Infrastructure Limited. For ABC Infrastructure Limited. For ABC Infrastructure Limited. The conclusion. Therefore, no. P was not bound to pay Mr. R. No, P was not bound to pay Mr. R. No, P was not bound to pay Mr. R as the agent Q exceeded his authority. As the agent Q exceeded his authority. As the agent Q exceeded his authority. As the agent Q exceeded his authority and deviation was inseparable from the authorized act. And the deviation was inseparable from the authorized act. And the deviation was inseparable from the authorized act. Yes, Mr. R can file a suit against Q. Yes, Mr. R can file a suit against Q.
Yes, Mr. R can file a suit against Q as Q is personally liable, as Q is personally liable for the contract made without disclosing about the ABC Infrastructure Limited. Q is personally liable for the contract. Q is personally liable for the contract. Q is personally liable for the contract made without disclosing about the ABC Infrastructure Limited. Made without disclosing about the ABC Infrastructure Limited. Made without disclosing about the ABC Infrastructure Limited and exceeding the authority given by the principal. Exceeding the authority given by the principal, exceeding the authority given by the principal, exceeding the authority given by the principal, exceeding the authority given by the principal. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കുട്ടികളും പാസ്സാവണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിടുന്ന എഫോർട്ട് ജെനുവിനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോസിന് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഈ 100 ഡേയ്സിൻ്റെ ചാലഞ്ച് എന്തായാലും ഏറ്റെടുക്കണം.